യൂറോപ്പിൽ തീവ്ര വലതുപക്ഷം പിടിമുറുക്കുമ്പോൾ യുകെയിൽ ഒരു മധ്യ വലതുപക്ഷ പാർട്ടിയുടെ 1.5 ദശാബ്ദത്തോളം നീണ്ട വാഴ്ചയ്ക്ക് അവസാനമാവുകയാണ്. ഇടതുപക്ഷ പാർട്ടിയായ ലേബർ പാർട്ടി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായി അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഏവരും ഉറ്റുനോക്കുന്ന ഒരു പേരുണ്ട്, കെയർ സ്റ്റാമർ. ഒരു വേഴവട്ടത്തിന് ശേഷം ബ്രിട്ടനിൽ ലേബർ പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ അത് കെയർ സ്റ്റാമറിന്റെ കൂടി വിജയമാണ് എന്ന് അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാതെ തന്നെ പറയാം. ലേബർ പാർട്ടിയെ അധികാരത്തിൽ തിരിച്ചെത്തിക്കുന്നതിൽ സ്റ്റാമർ സ്വീകരിച്ച രാഷ്ട്രീയവും തന്ത്രപരവുമായ നിലപാടുകൾ സഹായിച്ചു എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്തായാലും ടോണി ബ്ലെയറിന് ശേഷം ഏറ്റവും തിളക്കമുള്ള വിജയത്തോടെ ലേബർ പാർട്ടി അധികാരത്തിലെത്തിച്ച നേതാവ് എന്ന ഖ്യാതിയും ഇനി സ്റ്റാർമറിന് സ്വന്തം. ആരാണ് കെയർ സ്റ്റാമർ? ഒറ്റവാക്കിൽ പറഞ്ഞാൽ രാഷ്ട്രീയക്കാരന്റെ പതിവ് ശൈലികളില്ലാത്ത വ്യക്തി. പ്രത്യയശാസ്ത്രത്തെക്കാൾ പ്രായോഗികതയിൽ വേരൂന്നിയ നേതാവ് എന്നാണ് സ്റ്റാർമർ പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗമാകുന്നതിന് മുൻപ് പ്രൊഫഷണൽ കരിയർ ഉണ്ടായിരുന്ന സ്റ്റാമർ സവിശേഷമായ ഒരു പൊതുപ്രവർത്തന കാഴ്ചപ്പാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്യത്തിനാണ് ആദ്യ പരിഗണനയെന്നും പാർട്ടി രണ്ടാമതാണ് എന്നുമുള്ള വാഗ്ദാനം മുന്നോട്ട് വെച്ചായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ജനങ്ങളെ സമീപിച്ചത്. വിജയത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ ഉറപ്പ് അതുതന്നെയായിരുന്നു, ആദ്യം രാജ്യം, പാർട്ടി രണ്ടാമത്. 1962 സെപ്റ്റംബർ 2 ജനിച്ച സ്റ്റാർമറുടെ ബാല്യം അത്രമേൽ സുഖകരമായിരുന്നില്ല. ഗുരുതരമായ അസുഖമുള്ള മാതാവും വൈകാരികമായി വേർപിരിഞ്ഞ പിതാവും സ്റ്റാർമറിനെ സമ്മാനിച്ചിരിക്കുക സുഖകരമായ ഓർമ്മകളായിരിക്കില്ല എന്നു തീർച്ച. ലീഡ്സ്, ഓക്സ്ഫോർഡ് സർവകലാശാലകളിലെ നിയമ പഠനത്തിന് ശേഷമാണ് ഇടതുപക്ഷ നിലപാടുകളുടെ പ്രകടമായ ഇടപെടൽ സ്റ്റാർമർ നടത്തുന്നത്. ട്രേഡ് യൂണിയനുകൾ, വിദേശത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ എന്നിവരെ പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷ നിലപാടുകൾ സ്റ്റാർമർ സ്വീകരിച്ചു. പിന്നാലെ മനുഷ്യാവകാശ അഭിഭാഷകൻ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം ഏറ്റെടുക്കാൻ തുടങ്ങി. 2003 അദ്ദേഹം തന്റെ ഇടപെടലുകളെ സ്ഥാനവൽക്കരിച്ചു. വടക്കൻ അയർലൻഡിലെ പോലീസ് മനുഷ്യാവകാശ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന ജോലിയായിരുന്നു ആദ്യം അദ്ദേഹം ഏറ്റെടുത്തത്. 5 വർഷത്തിന് ശേഷം ലേബർ പാർട്ടി നേതാവ് ഗോർഡൻ ബ്രൗൺ പ്രധാനമന്ത്രിയായിരിക്കെ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് പബ്ലിക് പ്രോസിക്യൂഷൻ ഡയറക്ടറായി അദ്ദേഹം നിയമിതരായി. പിന്നാലെ എലിസബത്ത് രാജ്ഞി അദ്ദേഹത്തിന് നൈറ്റ് പദവി നൽകി ആദരിച്ചു. MP ആയി 1 വർഷത്തിന് ശേഷം ലേബർ പാർട്ടിയിൽ യൂറോപ്യൻ യൂണിയൻ റഫറൻഡവുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്യാമ്പയിൻ മുൻനിരയിൽ സ്റ്റാർമർ അണിനിരന്നിരുന്നു. എന്നാൽ ലേബർ പാർട്ടി നയിച്ച ക്യാമ്പയിൻ അന്ന് പരാജയപ്പെട്ടു. പിന്നീട് ലേബർ പാർട്ടിയിൽ ബ്രെക്സിറ്റ് ക്യാമ്പയിൻ മുൻനിര വക്താവായി സ്റ്റാർമർ മാറുന്നു. പിന്നീട് കോർബിന്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ലേബർ പാർട്ടിക്ക് സാധിച്ചുമില്ല. തീവ്ര ഇടതുപക്ഷക്കാരനായ കോർബിന്റെ പിൻഗാമിയായി സ്റ്റാർമർ പിന്നീട് സ്ഥാനമേൽക്കുന്നു. പിന്നീട് ലേബർ പാർട്ടിയിൽ നടന്നത് കോർബ് അടക്കമുള്ള തീവ്ര ഇടതുപക്ഷത്തെ സൈഡ് ലൈൻ ചെയ്തുള്ള ശുദ്ധീകരണമായിരുന്നു. ലേബർ പാർട്ടിയിൽ വേരുറപ്പിച്ചിരുന്ന യഹൂദ വിരുദ്ധതയും സ്റ്റാർമർ അപ്പാടെ പിഴുതുമാറ്റി. വിമർശകരുടെ കാഴ്ചപ്പാടിൽ ഒരു രാഷ്ട്രീയക്കാരന്റെ പതിവ് ശൈലികളൊന്നും തന്നെ സ്റ്റാർമർക്കില്ല. വിഷയങ്ങളിൽ സ്ഥിരമായി നിലപാട് മാറ്റുന്ന, രാജ്യത്തെക്കുറിച്ച് വ്യക്തവും നിർവചിക്കുന്നതുമായ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നതിൽ പരാജയപ്പെട്ട, പ്രചോദിപ്പിക്കാൻ ശേഷിയില്ലാത്ത അവസരവാദി എന്നാണ് വിമർശകർ സ്റ്റാർമറെ മുദ്രകുത്തിയിരിക്കുന്നത്. സ്റ്റാർമറുടെ രീതികൾ പരിശോധിക്കുമ്പോൾ വിമർശകരുടെ നിരീക്ഷണങ്ങൾ ഒരു പരിധിവരെ ശരിയാണെന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. ബ്രിട്ടനിലെ രാഷ്ട്രീയ മുൻഗാമികളെയൊന്നും പ്രഭാവം സ്വന്തം നിലയിൽ ആർജിച്ചെടുക്കാൻ ഇതുവരെ സ്റ്റാർമർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പോലും സ്റ്റാർമർക്ക് ഈ നിലയിൽ ഒരു പ്രഭാവം ഉണ്ടെന്ന് അവകാശപ്പെടുന്നതുമില്ല. പക്ഷെ അപ്പോഴും ജനങ്ങൾക്ക് പ്രതീക്ഷ പകരുന്ന ഒരു ആകർഷണീയത സ്റ്റാർമർക്കുണ്ടെന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. കൺസർവേറ്റീവ് ഭരണകാലത്ത് ബ്രിട്ടൻ കടന്നുപോയ പ്രതിസന്ധികളിൽ ജനങ്ങൾക്ക് ആശ്വാസകരമായ സാന്നിധ്യമാകാൻ സ്റ്റാർമർക്ക് സാധിച്ചു എന്നത് തീർച്ചയാണ്. 5 പ്രധാനമന്ത്രിമാർ കടന്നുപോയ കഴിഞ്ഞ 14 വർഷത്തെ കൺസർവേറ്റീവ് കാലഘട്ടത്തിനൊടുവിൽ സ്റ്റാർമറിൽ ബ്രിട്ടനിലെ ജനങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചെങ്കിൽ അതിനെ സവിശേഷമായ പരിഗണനയായി തന്നെ വേണം കാണാൻ.